ഹലോ മൈ ഡിയർ മക്കളെ, മൈ ഡിയർ SSLC ഫാമിലി മക്കളെ, നമ്മുടെ ഓണം എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിരിക്കുകയാണ്. അറിയാലോ, ആദ്യത്തെ എക്സാം തന്നെ നമുക്ക് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് അല്ലേ, മെല്ലെ നോക്കാം, പതുക്കെ നോക്കാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായ പണി തന്നെ കിട്ടാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് കാര്യമായ ചേഞ്ചസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിനി പഠിച്ച് തുടങ്ങാമെന്നല്ല, പഠിച്ച് തീർക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. മക്കൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ ഇരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാം, നല്ല മാർക്ക് വാങ്ങാം. വരാൻ പോകുന്ന മെയിൻ എക്സാമിൽ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കേണ്ടതും ചെയ്യേണ്ടതും ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ മാത്രം പഠിച്ചാൽ മതി എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല. അതെങ്ങനെ പഠിക്കണമെന്നും സാർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിൽ അറിയാം. റീഡിംഗ് കോംപ്രഹെൻഷൻ നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് 3 തരം റീഡിംഗ് കോംപ്രഹെൻഷൻ ആണുള്ളത്. ഒരെണ്ണം പ്രോസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, അത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരും. എന്ന് വെച്ചാൽ ഒരു പാരഗ്രാഫ് നമുക്ക് പഠിക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ. ആ പാരഗ്രാഫ് വായിച്ചിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചിലപ്പോൾ അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആവും, അല്ലെങ്കിൽ ഒറ്റ സെൻറ്റൻസിൽ എഴുതേണ്ടതാകും, ട്രൂ ഓർ ഫോൾസ് ആകും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മുടെ ചാപ്റ്റർ ബേസ്ഡ് ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തത് നമ്മുടെ ഡ്രമാറ്റിക് സ്പീച്ച് ഓർമ്മയുണ്ടല്ലോ, ഫ്രണ്ട്സ്, റോമൻ, കൺട്രിമെൻ. അതിനകത്തുനിന്നും നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം ഇതേ പാറ്റേണിൽ. എന്തൊക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒറ്റ വരിയിൽ എഴുതേണ്ട ആൻസേഴ്സ് ഒക്കെ ഉണ്ടാവും. അതും എന്ത് ചെയ്യണം, നമ്മൾ എഴുതേണ്ടി വരും. പിന്നെ ഒരെണ്ണം നമ്മുടെ ചാപ്റ്ററായിട്ട് ബന്ധമില്ലാത്ത ഒരു പാസേജ് തരും. പഠിച്ചിട്ടില്ലാത്തൊരു പാസേജ് തന്നിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അതിൽ നിന്നും ആൻസേഴ്സ് കണ്ടെത്തേണ്ടി വരും. ഇങ്ങനെ ഒരു പാറ്റേൺ ആയിരിക്കും അതിനും ഉണ്ടാവുക. മക്കൾ, നമ്മൾ ആദ്യം പഠിച്ച 2 സാധനം ഉണ്ടല്ലോ, റീഡിംഗ് കോംപ്രഹെൻഷനും ഡ്രാമാറ്റിക് സ്പീച്ചും പ്രോസും. ഇതേ സ്ട്രാറ്റജിയും ഇതേ ഐഡിയയും യൂസ് ചെയ്താൽ നമുക്ക് അൺറിലേറ്റഡ് ടു ചാപ്റ്റേഴ്സ് വരുന്ന പാസേജസും എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ പാഠഭാഗങ്ങളുണ്ടല്ലോ, ചാപ്റ്റേഴ്സ്, അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക, പഠിക്കുക. അതിൻ്റെ എസൻസ് എന്താണെന്ന് നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഷുവറായിട്ടും നമുക്ക് 10 മുതൽ 15 മാർക്ക് വരെ ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഓൾ റൈറ്റ്, അടുത്ത നോക്കി 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ റൈറ്റിംഗ്. ഒരു നല്ല പ്രൊഫൈൽ എഴുതാൻ നമ്മൾ എന്ത് ചെയ്യാൻ എപ്പോഴും അറിഞ്ഞിരിക്കുക. അതിന് സാറൊരു സൂത്രവും കൂടെ പറഞ്ഞുതരാം. നമുക്ക് തന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇല്ലേ, പഠിക്കാൻ തന്നിട്ടുള്ള ചാപ്റ്റേഴ്സ്, അതിൽ തന്നിട്ടുള്ള ഓതേഴ്സിനെ കുറിച്ച് ആ ബോക്സ് നിങ്ങൾ നോക്കിയാൽ കാണാം, ഓരോ ഓതേഴ്സിനെ കുറിച്ചുള്ളത്. അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു പാറ്റേണിൽ പ്രൊഫൈൽ റൈറ്റിംഗ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതും സമയം വൈകരുത്, നമുക്കിനി പഠിച്ച് തീർക്കേണ്ട സമയമാണ്. അതുകൊണ്ട് നന്നായിട്ട് ഒരു 2-3 പ്രൊഫൈൽ റൈറ്റിംഗ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് 6 മാർക്കാണ്. വെറുതെ കളയരുതേ. പിന്നെ ഡയറി എൻട്രി, അത് കഴിഞ്ഞ വർഷം വരെ 5 മാർക്കിനാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ അത് 4 മാർക്കിനാട്ടോ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായ ഡയറിയുടെ പാറ്റേൺ നമ്മൾ പഠിച്ച് വെക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ ക്യാരക്ടേഴ്സ് എഴുതുന്ന ഡയറി, ലൈക്ലി ഡയറി ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് റെഡിയായി നിന്നാൽ ആ കാര്യം നമുക്ക് സെറ്റാക്കാം. പിന്നെ ഇവൻറ്റ് ഇൻവിറ്റേഷൻ ഉണ്ടാവുമല്ലോ, നമുക്ക് പഠിക്കാനുള്ളൊരു ചാപ്റ്റർ ഉണ്ട് സ്കൂൾ റിലേറ്റഡ്, അതിൻ്റെതും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു ഇവൻറ്റ് ഇൻവിറ്റേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇൻഫർമേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരും. ഈ ഒരു സാധനം കണ്ടല്ലോ, അൺറിലേറ്റഡ് ടു ചാപ്റ്റർ. അതുപോലെ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ഇങ്ങനെ ഒരു ഡേറ്റ തരും. ആ ഡേറ്റ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടാവും. 5 മാർക്കിനാട്ടോ ആ ഒരു ക്വസ്റ്റ്യൻ വരിക. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഈ ഡാറ്റ വായിച്ച് മനസ്സിലാക്കി ഇതിലെന്താണോ പറയുന്നത് അതിനുള്ള ആൻസേഴ്സ് ഇവിടെ കൊടുത്താൽ മാത്രം മതി. കിട്ടാൻ പോകുന്നത് എത്ര മാർക്കാണ്, 5 മാർക്ക് കേട്ടോ. അപ്രീസിയേഷൻ അറിയാലോ, അത് നമുക്ക് എന്തായാലും ഇത്തവണയുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, അത് 4 മാർക്കിനെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ, 5 മാർക്കിന് ഇത്തവണ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതും അപ്രീസിയേഷൻ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കഴിഞ്ഞ വർഷം വരെ ചാൻസസും ഓപ്പർച്യൂണിറ്റീസും കൂടുതലായിരുന്നു. എന്ന് വെച്ചാൽ റൈറ്റ് എനി ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഒരു 4 ഓപ്ഷൻസ് നമുക്ക് തരും. അതിൽ നിന്നും 2 റൈറ്റ് എനി ഓഫ് ദ 2 എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് തരും, എന്നിട്ട് 2 എഴുതിയാൽ മതി. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. നമുക്ക് 2 ഓപ്ഷൻസ് തന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ നിന്നും 1 ചൂസ് ചെയ്യണം.
ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ആ ചൂസിങ് ഓപ്ഷൻസ് വളരെ കുറവായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കി വെക്കേണ്ടി വരും. മക്കൾ പേടിക്കൊന്നും വേണ്ട. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഓരോ ടോപ്പിക്കും റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ആ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 13 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, നോക്കിയേ, പാരഗ്രാഫ്, റിവ്യൂ, റൈറ്റപ്പ്, നറേഷൻ, ഇത്രയും കാര്യങ്ങൾ എന്തായാലും നമ്മൾ പഠിക്കേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാം സെയിം പാറ്റേൺ ആണ്, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതും നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ എന്തായാലും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. എല്ലാം എഴുതാനുള്ള കാര്യങ്ങളാണ്. എഴുതുമ്പം അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ മാത്രമേ നമുക്ക് 6 മാർക്കിൻ്റെയും 7 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും സ്കോറുകൾ ഫുള്ളായിട്ട് തന്നെ ആൻസർ പേപ്പറിൽ വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് ലെറ്റർ റൈറ്റിംഗ് ഇത്തവണ ഇല്ലാന്ന്. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലെറ്റർ റൈറ്റിംഗും കാണിക്കുന്നുണ്ട്. അതും 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ, ചുമ്മാ കളയല്ലേ, 6 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. പിന്നെ ക്യാരക്ടർ സ്കെച്ച് അറിയാലോ, നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ചാപ്റ്ററിലെയും ക്യാരക്ടേഴ്സിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. ഇവൻ്റെയൊക്കെ സ്വഭാവം എങ്ങനെയാണ്, ഇവരുടെ രീതികൾ എങ്ങനെയാണെന്നത് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ട്, അത് ഒരു പക്ഷേ നമുക്ക് ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ചോദിക്കും. അതല്ലെങ്കിൽ നമുക്ക് അല്ലാത്ത ഒരു ഇൻസിഡൻറ്റ് തന്നിട്ട് അതിൻ്റെ കുറച്ച് ഡേറ്റ തന്നിട്ട് അതനുസരിച്ച് ന്യൂസ് റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടി വരും. ന്യൂസ് റിപ്പോർട്ടൊക്കെ എഴുതുമ്പം കൃത്യമായ ഫോർമാറ്റ് പാലിച്ചുകൊണ്ട് എഴുതാനേ മക്കളെ, എന്നാൽ മാത്രമേ ഈ 6 മാർക്കൊക്കെ കിട്ടുകയുള്ളൂ. ഓക്കെ, പിന്നെ കോൺവെർസേഷൻ ഉണ്ടാവും. അത് ഒരു പക്ഷേ നമ്മൾ പഠിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന കോൺവെർസേഷൻ, സ്പിൽമാനും ആർമി ഓഫീസറും നടത്തുന്ന ഒരു കോൺവെർസേഷനൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ അല്ലാതെ 2 ക്യാരക്ടേഴ്സ് തമ്മിൽ നടത്തുന്ന ഒരു ലൈക്ലി കോൺവെർസേഷൻ എഴുതാനുണ്ടാവും. അത് 4 മാർക്കിനുണ്ടാവും. പിന്നെ അഡ്വർടൈസ്മെൻറ്റ് ജിംഗിൾസ് ഉണ്ടാവും. ഇതിൻ്റെ ഒക്കെ വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോസൊക്കെ നന്നായിട്ട് കാണുക, മനസ്സിലാക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ക്വസ്റ്റ്യനിൽ നിന്നും വരാവുന്ന 60 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ഈസി ആയിട്ട് വാങ്ങിയെടുക്കാം. 60 മാർക്ക് നമ്മുടെ പോക്കറ്റിലിരിക്കും. ഓൾ റൈറ്റ്, മക്കൾ നോക്കുകയാണെങ്കിൽ ഗ്രാമറിന് നമുക്ക് 20 മാർക്കിൻ്റെ ചോദ്യം വരെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതും ഏതൊക്കെ കാര്യങ്ങളിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും സാറ് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്കെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. എഡിറ്റിംഗിന് 3 മാർക്ക്, 1/2 മാർക്ക് വീതമുള്ള 6 ചോദ്യങ്ങളാണ് വരുന്നത്. അതെന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് മാർക്ക് വാങ്ങേണ്ടി വരും. പിന്നെ ഫ്രേസൽ വേർബ് അറിയാലോ, നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് കൃത്യമായിട്ടുള്ള ഫ്രേസൽ വെർബുകൾ അതിൻ്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ആഡ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ എന്ത് ചെയ്യുക, പുട്ട് ഓഫും പുട്ട് ഓണും ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. പിന്നെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് ഇത്തരം പ്രപ്പോസിഷനുകളൊക്കെ തന്നിട്ട് ഏതൊക്കെയാണോ കറക്റ്റ് സ്ഥലത്ത് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം വരും. അത് എന്ത് ചെയ്യേണ്ടി വരും? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് 3 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ആ 3 മാർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് പ്രാക്ടീസിലൂടെ തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ കോൺവെർസേഷൻ ഉണ്ടാവും. ഒരു 2 പേര് തമ്മിലുള്ള കോൺവെർസേഷനിൽ ഒരാളുടെ ഭാഗത്ത് ചില ബ്ലാങ്കുകൾ തരും. നമ്മൾ എന്ത് ചെയ്യണം? അതിനായിട്ട് കറക്റ്റ് ചൂസ് ആവുന്ന, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ചൂസ് ആവുന്ന കാര്യങ്ങൾ വേണം ആഡ് ചെയ്യാൻ. ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻ വേർഡൊക്കെ ആയിരിക്കും. അതെന്ത് ചെയ്യുക, അതൊന്ന് നിങ്ങൾ മോഡേൺ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അതും ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച്, 2 പേര് പറഞ്ഞ കാര്യങ്ങൾ മൂന്നാമതൊരാൾ പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് 2 മാർക്കിനാണ്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ചെറിയൊരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഇതോ കണ്ട മക്കളെ, ഒന്നിലധികം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരേ വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിടേണ്ട ആവശ്യം ഒക്കെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമായില്ലേ, എന്തൊക്കെ മാത്രം പഠിച്ചാൽ മതി എന്നുള്ള കാര്യം. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളും പിന്നെ ഗ്രാമറും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 80ൽ 80 മാർക്കാണ് മക്കളെ. വെറുതെ കളയല്ലേ. ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് 10 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പഠിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞ് മാറ്റി വെക്കാതെ ഇരുന്ന് 10 ദിവസം കൊണ്ട് പഠിച്ചെടുത്താൽ സുഖമായിട്ട് കിട്ടും. കാര്യം ഇതിലൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് ഓരോ ഫോർമാറ്റുകൾ പാലിച്ച് എഴുതേണ്ടതാണ്. അപ്പോൾ ആ ഫോർമാറ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കണ്ടന്റ് അത് നമ്മൾ ഉണ്ടാക്കിക്കൂടെ? നമ്മൾ അതിലൊക്കെ പുലികളല്ലേ. ഓക്കെ, അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ്
ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കേ നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങിയിട്ട് ഓണം എക്സാമിന് പാസ്സാവാം. അതുപോലെ തന്നെ ആ ഒരു കോൺഫിഡൻസിൽ നമുക്ക് ക്രിസ്മസ് പരീക്ഷയും ക്ലിയർ ചെയ്യാം. വരാൻ പോകുന്ന മെയിൻ എക്സാമിന് ഇതേ കോൺഫിഡൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ ഫുൾ മാർക്കും ഫുൾ A+ തന്നെ ഈ ഒരു കാര്യത്തിൽ നേടാം. അതുകൊണ്ട് വരാൻ പോകുന്ന ക്ലാസ്സുകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം, അവർക്കും ഉപകാരപ്പെടട്ടെ. നമുക്ക് എല്ലാവർക്കും പഠിച്ച് നല്ല മാർക്കോട് കൂടി പാസ്സാവാം. അതുകൊണ്ട് വരുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കോളൂ. അതുവരെ നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ.